ഹായ് ഹലോ, ഞാൻ ആൻസ്ലി. വെൽക്കം ബാക്ക് ടു ഉമിയ ബുട്ടി. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. എനിക്ക് മാത്രം നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്ന കുർത്തീസ് ആണ്. 399 മുതലുള്ള കുർത്തീസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിപ്പോ വേറെ ഇതേക്കുന്ന സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ അത്യാവശ്യം മൂവിംഗ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് സ്ലബ് കോട്ടൺ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ലൈനിങ്ങോട് കൂടിയിട്ട് ചെയ്തേക്കുന്നതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. 3 കളർ ഷെയ്ഡിലാണ് സെയിം പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കാറ്റലോഗിൽ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേണിൽ പോപ്കോൺ ഫാബ്രിക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. തേർഡ് കാറ്റലോഗ് എന്ന് പറയുന്നത് കോട്ടണിലും ഒപ്പം നമ്മൾ നൈറ സിൽക്ക് ഫാബ്രിക്കിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നൈറ സിൽക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമ്മൾ ആ ഒരു സെയിം പാറ്റേണിൽ സിംഗിൾ കുർത്തിയായിട്ടും ഒപ്പം റെഡി ടു വെയർ ഫുൾ സെറ്റ് നല്ല ഭംഗിയുള്ള 2 കളർ ഷെയ്ഡിൽ റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ നമ്മൾ പാർട്ടി വെയർ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗിവ് അവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗിവ് അവേ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന്റെ തലേന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിന്റെ റൂൾസ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ 5 പേർക്ക്, അതും ലേഡീസ് ആയിട്ടുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള 5 പേർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗിവ് അവേയുടെ റൂൾസ് എന്ന് പറയുന്നത്. അതിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് വേഗം കാണാം. ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ മെഷീൻ എംബ്രോയിഡറി വർക്കിൽ വരുന്ന കേട്ടോ. നല്ല റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇറങ്ങിയിട്ട് വൈഡ് ആയിട്ട് തന്നെ നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വയലറ്റിന്റെ തന്നെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു റെയർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കിലാണ്, മെഷീൻ എംബ്രോയിഡറി വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ടോൺ ആയിട്ടുള്ള ത്രെഡ് വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ ഷെയ്ഡിലും അതുപോലെ തന്നെ ഈ ഒരു സെയിം കളർ ഷെയ്ഡിന്റെ തന്നെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. താഴേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സ്ലബ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഈ ഒരു സെയിം പാറ്റേണിൽ 3 കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ്. 599 മാത്രമേ ഉള്ളൂ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത്. അതും ഫ്രീ ഷിപ്പിംഗിലായിരിക്കും കേട്ടോ. നമുക്ക് 3 കളർ ഷെയ്ഡ് ഏതൊക്കെയാന്ന് നോക്കാം. ഈ ഒരു കാറ്റലോഗിൽ വരുന്ന സെക്കൻഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതും സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. കളർ ഷെയ്ഡിലാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ത്രെഡ് വർക്കിലാണ് ഡിഫറൻസ് വരുന്നത്. സെയിം 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലബ് കോട്ടൺ ആണ് ഫാബ്രിക്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വരുന്ന കോട്ടണിലെ പോലെ തന്നെ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസിലാണ്. പ്രൈസ് വരുന്നത് 599 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നതും ഒരു റയർ ഷെയ്ഡ് ആണ്. ഒരു ഡസ്റ്റി പീച്ചില് ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന കേട്ടോ. ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ്. ഇതെല്ലാം സിംഗിൾ ടോണിലാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് ആണ്. പീച്ചില് ഒരു വയലറ്റ് ഷെയ്ഡും കൂടി വരുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡസ്റ്റി പീച്ച് ആണ് കേട്ടോ. റയർ ഷെയ്ഡ് ആണ്. സെയിം വർക്ക് തന്നെ, സെയിം എംബ്രോയിഡറി വർക്ക്, ഡിഫറെന്റ് കളേഴ്സിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് അത് മൾട്ടി ത്രെഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്രീനും മെറൂൺ ഷെയ്ഡിലൊക്കെയാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പാറ്റേണിൽ 3 കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കൊരു വൈറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഈ ഒരു കളർ ഷെയ്ഡിൽ വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ടും ബോട്ടം നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 46 തന്നെയാണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. റൗണ്ട് നെക്കിലാണ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 599 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേണിലാണ് കേട്ടോ. ഫ്ലോറൽ പ്രിന്റിൽ 4 കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ. റൗണ്ട് നെക്കാണ്. നല്ല വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ്. ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് വേസ്റ്റ് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇങ്ങനെയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ്. മെറൂൺ ഷെയ്ഡിൽ ഫ്ലോറിൽ വന്നിട്ടുള്ളതാണ്. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. യോക്ക് പോർഷൻ വരെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. താഴേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. പോപ്കോൺ ആണ് ഫാബ്രിക്. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിൽ 4 കളർ ഷെയ്ഡിലാണ് സെയിം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നല്ലോണം അയൺ ചെയ്തിട്ടുള്ള ഫ്രിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ വരെ ഫ്രിൽസ് ഉണ്ട്. ഒപ്പം വേസ്റ്റിൽ ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫ്രിൽസ് തന്നെയാണ് ബാക്ക് പോർഷനിലും വന്നിട്ടുള്ളത്. ഒപ്പം വേസ്റ്റില് നമുക്ക് കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് വേസ്റ്റില് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് കെട്ടിവെച്ചിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം താഴേക്ക് 1 ലെയർ ഫ്രിൽസും കൊടുത്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്.
46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. സ്ലീവ്സ് വരുന്നത് ചെറിയൊരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല. സ്ലീവ്സിന്റെ എൻഡിൽ ഇലാസ്റ്റിക് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതും ഒരു ഫ്ലോറൽ പ്രിന്റില് നല്ല റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ലോണം അത്യാവശ്യം ഫ്ലെയറിൽ തന്നെ ഒരു ഫ്രോക്ക് വരുന്നുണ്ട്. താഴേക്ക് ഒരു 1 ലെയറിൽ ഫ്രിൽസും കൊടുത്തിട്ട് ഈ ഒരു ടോപ്പ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നത് പഫ് സ്ലീവ് ആണ്. സെയിം ഫീച്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. എൻഡ് പോർഷനിൽ എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് നെക്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഒരു പോപ്കോൺ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ നല്ലോണം അയൺ ചെയ്തിട്ടുള്ള ഫ്രിൽസും ഒപ്പം വേസ്റ്റിൽ ബെൽറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് 1 ലെയർ ഫ്രിൽസും കൊടുത്തിട്ടാണ് ടോപ്പ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫ്രിൽസ് വരുന്നത്. ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ് കേട്ടോ. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ സൈസിലാണ്. നമുക്ക് 2XL സൈസിലും അവൈലബിൾ ആയിട്ടുള്ള വേറെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ, കാണിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ 3XL വരെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന സ്മോൾ സൈസ് വരെ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്തവണ സ്മോൾ സൈസുകാർക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്മോൾ സൈസ് ഉള്ളവർ മാക്സിമം വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം. ലിമിറ്റഡ് പീസസിലായിരിക്കും സ്മോൾ സൈസ് അവൈലബിൾ ആയിട്ട്. വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ഫ്ലോറിൽ പിങ്ക് കളറിലുള്ള ഫ്ലോറിൽ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡും അത്യാവശ്യം മൂവിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. സെയിം ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനും കൊടുത്തിട്ടുള്ളത്. നല്ല ക്യൂട്ട് ആയിട്ട് വരുന്ന ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിന്റെ എൻഡിലായിട്ട് എലാസ്റ്റിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വേസ്റ്റിൽ കെട്ടി വെച്ച് യൂസ് ചെയ്യാനായിട്ട് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ എക്സൽ സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഫോർത്ത് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. സെയിം തന്നെയാണ് ഇതും വരുന്നത്. ഇതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് സെന്ററിൽ ഗാദേഴ്സ് വരുന്നില്ല, ഫ്ലിറ്റ്സ് നമ്മൾ കൊടുത്തിട്ടില്ല. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് താഴേക്ക് 1 ലെയർ ഫ്രിൽസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചിലവർക്ക് നമുക്ക് ഫ്രോക്ക് ടൈപ്പ് പാറ്റേൺ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കളർ ഷെയ്ഡിൽ മാത്രമായിരിക്കും ഈ ഒരു പാറ്റേൺ അവൈലബിൾ. ഇതും റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത്. സ്ലീവ്സും ഇതും നല്ല ക്യൂട്ട് ആയിട്ട് ഒരു ചെറിയൊരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് എൻ പോർഷനിൽ എലാസ്റ്റിക് അല്ല, ഒരു പാച്ച് ആണ്, ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ഒരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. വേസ്റ്റ് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് കളർ ഷെയ്ഡ് വിയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ടാണ്, ഇവിടെ കട്ടിംഗ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 1 ലെയർ ഫ്രിൽസും കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. പോപ്കോൺ ഫാബ്രിക് ആണ്, അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വിത്തൗട്ട് ലൈനിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മുതൽ XXL സൈസ് വരെയാണ്. മീഡിയം, ലാർജ്, XXL സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 399 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ ഗ്രീൻ ഷെയ്ഡില് നൈറ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത്. റൗണ്ട് നെക്ക് വരുന്നുണ്ട്. ഒരു ബോക്സ് ടൈപ്പ് പാറ്റേണിൽ മൾട്ടി കളർ ത്രെഡും ഒപ്പം സീക്വൻസ് വർക്കും വന്നിട്ടാണ് ഈ യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നെക്ക് വരുന്നത്. ഒപ്പം ബോക്സ് ടൈപ്പ് പാറ്റേണിൽ മൾട്ടി ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്കാണ് യോക്ക് പോർഷനിൽ വരുന്നത് കേട്ടോ. താഴേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബട്ടർ ക്രേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. ഒരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ഈ ഒരു മൾട്ടി ത്രെഡ് ആയിട്ട് യോക്ക് പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് പ്ലെയിൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണ് ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പ് പോർഷനിൽ ഈ വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു സെയിം പാറ്റേണിൽ 2 കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന ഒരു സീ ഗ്രീൻ ഷെയ്ഡാണ്. ഒരു കളർ ഷെയ്ഡ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബട്ടർ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, XXL സൈസിലാണ്. പ്രൈസ് വരുന്നത് ഇത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 560 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡസ്റ്റി ലാവൻഡർ ആണ് കേട്ടോ. ഇതും നല്ലൊരു ഷെയ്ഡ് തന്നെയാണ്. സെയിം പാറ്റേണിൽ തന്നെ ഒരു റൗണ്ട് നെക്കിൽ ബോക്സ് ടൈപ്പ് പാറ്റേണിൽ ഈ ഒരു ഫസ്റ്റ് കളർ ഷെയ്ഡിൽ വരുന്ന അതേ ത്രെഡ്സ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. ഒരു പിങ്ക് ആൻഡ് പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഇത് വരുന്നതും 46 ഇഞ്ചസ് തന്നെയാണ്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. തേർഡ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ്. ഒരു പിങ്ക് ആൻഡ് വയലറ്റ് ഷെയ്ഡില് പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലെ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന കേട്ടോ. ഇതൊരു വീനെക്ക് ആണ് വരുന്നത്. ബോക്സ് ടൈപ്പ് പാറ്റേണിൽ സെയിം കളർ ഷെയ്ഡിൽ തന്നെ വരുന്ന കട്ട് ബീഡ്സും അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് ഒറിജിനൽ മിറേഴ്സും കൊടുത്തിട്ടാണ് ഈ യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ്. 2 കളർ ഷെയ്ഡാണ് ഈ ഒരു സെയിം പാറ്റേണിൽ വന്നിട്ടുള്ളത്.
46 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത്. ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ്സ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. നല്ലൊരു പ്രിന്റിൽ തന്നെയാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത്. ബേസ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ്. ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 649 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു കാറ്റലോഗിൽ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ. ഇതും വീനെക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സെയിം കളർ ഷെയ്ഡിൽ തന്നെ വരുന്ന കട്ട് ബീഡ്സും മിറർ വർക്കും കൊടുത്തിട്ടാണ് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. താഴേക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റിലും വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ സെയിം പ്രിന്റ് തന്നെയാണ്. 46 ഇഞ്ചസ് ആണ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ആൻഡ് വയലറ്റ് കോമ്പിനേഷനിലും സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ്. പ്രൈസ് വരുന്നത് 649 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ. റാണി പിങ്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. റൗണ്ട് നെക്കിൽ ഒരു മെഷീൻ എംബ്രോയിഡറി വർക്കാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഡിഫറെന്റ് കളേഴ്സിൽ മൾട്ടി ത്രെഡ് ആയിട്ട് നല്ല കളേഴ്സിൽ തന്നെ കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും വെയർ ചെയ്യാനും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും ആണ് വരുന്നത്. നല്ല ലെങ്ത്തിൽ ഈ പ്രാവശ്യം ഈ ഒരു കുർത്തി ചെയ്തിട്ടുണ്ട്. 47-48 ഇഞ്ചസ് ആണ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. നൈര സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. നമ്മൾ ഈ ഒരു നൈര സിൽക്ക് ഫാബ്രിക്കിൽ ഇന്നത്തെ കളക്ഷനിൽ നമ്മൾ സിംഗിൾ കുർത്തീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അത്രയും നല്ല കംഫർട്ടബിൾ ആണ്. ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്ക്, ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലൊക്കെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡിഫറെന്റ് കളേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 47-48 ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും. ബോട്ടം അസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാൻഡൂൺ ബോട്ടം ആണ്. നല്ല ലെങ്ത്തിലും വിട്ടിലും 39-40 ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. ഇലാസ്റ്റിക് പേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം ആണ് കേട്ടോ. സാൻഡൂൺ ബോട്ടം ആണ്. സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ദുപ്പട്ട ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന മോഡലിൽ വൺ സൈഡ് ഈ ഒരു യോക്ക് പോർഷനിൽ വരുന്ന അതൊരു വർക്ക് വൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്കാറ്റേർഡ് ആയിട്ടും ഡിഫറെന്റ് കളേഴ്സിൽ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ. നമുക്ക് ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കാം. ഇനിയാണ് ഈ ഒരു വർക്കിന്റെ ലുക്ക് വരുന്നത്. ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഒരു ത്രെഡ് വർക്ക് വൺ എൻഡിൽ കൊടുത്തിട്ടുള്ളത്. സ്കാറ്റേർഡ് ആയിട്ടും ഈ സെയിം വർക്ക് തന്നെ ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിലും വിട്ടിലും ഈ ഒരു ദുപ്പട്ടയും വരുന്നുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1270 1270 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും ഒരു റയർ ഷെയ്ഡ് ആണ്. ഒരു ടർക്കോഷ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും ഇല്ലാത്തൊരു ഷെയ്ഡ് തന്നെയായിരിക്കും. കോമൺ ഷെയ്ഡ് അല്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. സെയിം വർക്ക് തന്നെ, സെയിം റൗണ്ട് നെക്കിൽ ഈ ഒരു യോക്ക് പോർഷനിൽ വരുന്ന അതേ കളർ കോമ്പിനേഷനിൽ വരുന്ന വർക്കാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു നൈര സിൽക്ക് ഫാബ്രിക്. 47-48 ഇഞ്ചസോളം ടോപ്പിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ 3/4 ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കളർ ഷെയ്ഡിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. രണ്ട് കളർ ഷെയ്ഡ് ആണ്. ഫസ്റ്റ് റാണി പിങ്ക് ആണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും ഈ ഒരു ഷെയ്ഡാണ്. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ഒരു യോക്ക് പോർഷനിലും കൊടുത്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനിയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. ബോട്ടം നമ്മൾ നേരത്തെ പോലെ തന്നെ സാൻഡൂൺ ബോട്ടം ആണ്. കോമൺ ആയിട്ട് നമ്മൾ ഫുൾ സെറ്റിൽ സാൻഡൂൺ ബോട്ടം തന്നെയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് സാൻഡൂൺ ബോട്ടം എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം ആണ്. 39-40 ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നുണ്ട്. ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഒരു ഫസ്റ്റ് പാറ്റേണിൽ വരുന്ന അതേ കളർ കോമ്പിനേഷനിൽ തന്നെ വരുന്ന ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വൺ സൈഡ് തിക്കായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിലും വിഡ്ത്തിലും ആണ് ഈ ഒരു ദുപ്പട്ടയും വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം. വിയർ ചെയ്യുമ്പോൾ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ്. ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡിലുമാണ് വരുന്നത്. ഇതും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സ്, ഡബിൾ എക്സ് സൈസിലാണ്. പ്രൈസ് വരുന്നത് 1270 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റും തന്നെ വിത്തിൻ 2 ഡേയ്സിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. 6 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം റിസീവ് ആവുന്നതാണ്. 6 ഡേയ്സ് കഴിഞ്ഞിട്ടും ഐറ്റം റിസീവ് ആയില്ലെങ്കിൽ എൻക്വയറി ചെയ്യാം. നമ്മൾ ഇവിടുന്ന് ട്രാക്കിംഗ് ഐഡി എടുത്തു തരുന്നതാണ്. ഇനി അത്യാവശ്യമായിട്ട് വേണ്ടെന്നുള്ളത് DTDC പ്രിഫർ ചെയ്യാം. നമുക്ക് DTDC ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക. എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അത് റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം. വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷമൊക്കെ വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല. എപ്പോഴും കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം. നമുക്ക് പിന്നീട് ഓൾട്ടർ ചെയ്തിട്ടായാലും യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കണ്ട വാട്സപ്പിൽ ചോദിക്കാം. നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സൈസ് ഒക്കെ നോക്കി കമ്പയർ ചെയ്തതിനു ശേഷം മാത്രം സൈസ് ഫിക്സ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് മാത്രമേ നെക്സ്റ്റ് അപ്ഡേഷൻസ് വരുമ്പോൾ മിസ്സാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. നമുക്ക് ഇനിയും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.